ലാറ്റിൻ ഭാഷയിൽ ദുഃഖത്തിന്റെ വഴി എന്നർത്ഥമുള്ള വിയ ഡോളറോസ എന്ന ആത്മീയ പാതയാണ് കാൽവരി മൗണ്ട് സെയിന്റ് ജോർജ് ദേവാലയത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സ്മാരകമായ വിയ ഡോളറോസ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച് വിശ്വാസ സമൂഹത്തിന് സമർപ്പിച്ചു. അന്റോണിയ കോട്ടയിൽ നിന്നാരംഭിച്ച് ചർച്ച് ഓഫ് ഹോളി സെപ്ചറിൽ അവസാനിക്കുന്ന വിയ ഡോളറോസ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ വഴികളാണ്. ഇതേ ആശയത്തോടുള്ള ശില്പാവിഷ്കരണമാണ് ദേവാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പീഡാസഹനം മുതൽ രണ്ടാം ആഗമനം വരെ കോർത്തിണക്കിയ ശില്പാവിഷ്കാരമാണിത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്രം വിളിച്ചോതുന്നതിനോടൊപ്പം പാതയിലെ ഓരോ ശില്പങ്ങളും ജീവനറ്റ രീതിയിൽ നിർമ്മിച്ച് കലാമൂല്യങ്ങളും ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നുവെന്ന് ഇടവക വികാരി ഫാദർ ഫിലിപ്പ് മണ്ണകത്ത് പറഞ്ഞു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലിയോടനുബന്ധമായിട്ട് കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ഇടവക ദേവാലയ അങ്കണത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പാവിഷ്കാരം രക്ഷാകര സംഭവത്തിലെ എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, പെന്തക്കോസ്ത, അതിനെ തുടർന്ന് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ഉള്ള എല്ലാ സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പാവിഷ്കാരമാണ് നിങ്ങളുടെ ഈ പിന്നിൽ കാണുക. ക്രിസ്തുവിന്റെ രക്ഷാകര സംഭവത്തിലെ എല്ലാ കാര്യങ്ങളുമാണ് ഇതിനകത്ത് നിങ്ങൾ മറ്റുള്ള ജനങ്ങളുടെ മുമ്പിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുക. കലാകാരനായിട്ടുള്ള ജിനു എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത കലാകാരൻ 460 ദിവസം എടുത്ത് അദ്ദേഹം തന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഇതിന്റെ പ്ലാൻ, അതിനെ തുടർന്ന് അകത്ത് ഉൾച്ചേർന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും അദ്ദേഹം, ഒരു ക്രൈസ്തവനായ അദ്ദേഹം അതിനകത്ത് ഓരോ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഈ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ലോട്ടോ സമുച്ചയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് വിശ്വാസികൾക്ക് മാത്രമല്ല, കലാപരമായിട്ടുള്ള ഒത്തിയേറെ മൂല്യങ്ങൾ പീഡാസഹനത്തിൽ നിന്നും ആരംഭിക്കുന്ന പാത മനുഷ്യജീവിതത്തിന്റെ ദുഃഖങ്ങളെയും ചേർത്ത് പിടിക്കുന്നു. ഓരോ വിശ്വാസിയും ഇതുവഴി കടന്നുപോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തോടൊപ്പം ജീവിതത്തിന്റെ കഷ്ടതകൾ ചേർത്ത് വയ്ക്കാം. തുടർന്ന് രണ്ടാം ആഗമനത്തിലെത്തുമ്പോൾ മനുഷ്യദുഃഖങ്ങളുടെ ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് വിടുതൽ പ്രാപിക്കാമെന്നത് വിയ ഡോളറോസ നൽകുന്ന വിശ്വാസമാണ്. ഇക്കോ ടൂറിസം മേഖലയായി ശ്രദ്ധ ആകർഷിക്കുന്ന കാൽവരി മൗണ്ടിന് ഇതൊരു ചരിത്ര സംഭവം തന്നെയാകും. കാൽവരി മൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര സംഭവമാണ്. കാൽവരി മൗണ്ട് ഇന്ന് എക്കോ ടൂറിസം മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ വാഗമൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നത് കാൽവരി മൗണ്ടാണ്. ഈ വർഷം ഏതാണ്ട് 30,000-ഓളം പേര് ഈ മഹാനവമി നാളിലും ഓണം സീസണിലും അതുപോലെ ക്രിസ്മസ് സീസണിലുമായിട്ട് ഇവിടെ കടന്നു പോവുകയുണ്ടായി. അവരെല്ലാം വരുന്നത് വിനോദ സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ വ്യത്യസ്തമായിട്ട് ആത്മീയതയെ കൂടുതൽ ഉത്തേജിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2025 ജൂബിലി വർഷത്തിൽ നമ്മൾ മിശിഹാവതാരത്തിന്റെ ആ മഹാജൂബിലിയോടനുബന്ധിച്ച് കാൽവരി മൗണ്ട് ഇടവക ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ രക്ഷാകര ശില്പ സമുച്ചയമാണ് വിയ ഡോളറോസ. ഈ വിയ ഡോളറോസ കാണുന്നതിലൂടെ എന്തെങ്കിലും കണ്ട് കടന്നു പോവുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളുടെ ജീവിത ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കർത്താവിന്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാന നിമിത്തരായി കടന്നു വന്ന് തമ്പുരാനോടൊപ്പം നമ്മുടെ ഭാരം ഇറക്കി വെച്ച് അധ്വാനിക്കുന്നവരും ഭാരമേൽപ്പിക്കുന്നവരും എന്റെ പിന്നാലെ വരുവിൻ എന്ന യേശുനാഥന്റെ ആ വാക്കുകൾ മനസ്സ് ഉൾക്കൊണ്ട് അവർ സമാധാന ചിത്തരായിട്ട് കടന്നു വന്ന് അവസാനം സ്വർഗപിതാവിന്റെ ത്രിത്വത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് മനനം ചെയ്ത് അവരുടെ ഭാരങ്ങൾ ഇറക്കി കടന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വിയ ഡോളറോസ നമ്മുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 480 ദിവസം കൊണ്ടാണ് വിയ ഡോളറോസയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചത്. ജിനു KP ഉപ്പുതോടാണ് ശില്പി. സിമന്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് 110 അടി നീളത്തിലും 36 അടി ഉയരത്തിലുമാണ് വിയ ഡോളറോസയുടെ നിർമ്മാണം. എന്റെ പിന്നാലെ വരുവിൻ എന്ന ക്രിസ്തുയേശുവിന്റെ വചനങ്ങൾ സന്ദേശമാക്കിക്കൊണ്ട് ഭാരങ്ങൾ ഇറക്കി വെക്കാനായി ക്രൈസ്തവർക്ക് മാത്രമല്ല മുഴുവൻ ജനങ്ങൾക്കും സൗജന്യ അവസരമാണ് വിയ ഡോളറോസ ഒരുക്കുന്നത്. ഷെക്കിനായി ന്യൂസ്, ഇടുക്കി.